ഹായ് എവരിവൺ. പുതിയ OTT റിലീസുകൾ ഏതെല്ലാമാണെന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യമായി സുഖമാണോ സുഖമാണ് എന്ന മൂവിയാണ്. ഇത് മാത്യു തോമസ് നായകനായി വരുന്ന മൂവിയാണ്. ഇത് ആമസോൺ പ്രൈമിൽ സ്ട്രീമിംഗ് തുടങ്ങിയിരിക്കുന്നു. ഇതൊരു ഫാമിലി ഡ്രാമ കോമഡി മൂവിയാണ്. അടുത്തതായി ഗു എന്ന മലയാളം മൂവിയാണ്. ഇതൊരു മലയാളം ഹൊറർ ഫാൻറ്റസി മൂവിയാണ്. ഇത് ജൂലൈ ആദ്യവാരം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്തതായി ഡ്രിങ്കർ സായ് എന്ന തെലുങ്ക് മൂവിയാണ്. ഇത് വളരെയധികം മികച്ച അഭിപ്രായങ്ങൾ ലഭിച്ചിട്ടുള്ള മൂവിയാണ്. ഇത് C5-ൽ സ്ട്രീമിംഗ് തുടങ്ങിയിരിക്കുന്നു. അടുത്തതായി കങ്കജുറ എന്ന ഹിന്ദി ക്രൈം ത്രില്ലർ മൂവിയാണ്. ഇത് സോണി ലൈവിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നു. അടുത്തതായി നിഖില വിമൽ പ്രധാന കഥാപാത്രമായി വന്ന അണലി എന്ന ക്രൈം ത്രില്ലർ മലയാളം മൂവിയാണ്. ഇതിന്റെ സ്ട്രീമിംഗ് ജിയോ ഹോട്ട്സ്റ്റാറിൽ അധികം വൈകാതെ തന്നെ തുടങ്ങുന്നതാണ്. അടുത്തതായി കറുപ്പ് എന്ന മൂവിയാണ്. വളരെ വിജയകരമായി ഇപ്പോഴും തിയേറ്ററുകളിൽ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന സൂര്യയുടെ മൂവിയാണ് കറുപ്പ്. ഇത് നെറ്റ്ഫ്ലിക്സ് വാങ്ങിയിട്ടുണ്ട്. ഇത് ജൂൺ ലാസ്റ്റ് വീക്ക് സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്തതായി പാട്രിയോട്ട് എന്ന മലയാളം മൂവിയാണ്. ഇതൊരു പൊളിറ്റിക്കൽ ത്രില്ലർ മൂവിയാണ്. മോഹൻലാൽ, മമ്മൂട്ടി തുടങ്ങിയ വലിയ താരനിരകളാണ് സിനിമയിലുള്ളത്. ജൂൺ 5-ന് ഇത് C5-ൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. അടുത്തതായി ദ റൈസ് ഓഫ് അശോക എന്ന കന്നഡ ആക്ഷൻ ഡ്രാമ മൂവിയാണ്. ഇത് C5-ൽ ജൂൺ ലാസ്റ്റ് വീക്ക് മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്തതായി ദൃഢം എന്ന ഇൻവെസ്റ്റിഗേഷൻ മലയാളം മൂവിയാണ്. ഇത് ജൂൺ ലാസ്റ്റ് വീക്കിൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്തതായി ഭൂത് ബംഗ്ല എന്ന ഹിന്ദി ഹൊറർ മൂവിയാണ്. ഇതിന്റെ ഡയറക്ടർ വന്നിരിക്കുന്നത് മലയാളിയായ പ്രിയദർശനാണ്. ഇത് നെറ്റ്ഫ്ലിക്സിൽ ജൂൺ 12 മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. ഇവയെല്ലാമാണ് പുതിയ OTT റിലീസുകൾ. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. പുതിയ സിനിമകളുടെ വിശേഷങ്ങളും പുതിയ OTT റിലീസുകളെ പറ്റിയും പുതിയ സിനിമകളുടെ ഒപ്പീനിയനുകളെ പറ്റിയും അറിയുന്നതിന് വേണ്ടി ആംബി സിദ്ധാർത്ഥ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.